ഇന്ന് ഞാൻ ഒരു ചക്കയെ കൊണ്ട് മുറുക്കുണ്ടാക്കണം കേട്ടോ. ചക്ക ഞാൻ നന്നാക്കി അരിഞ്ഞെടുത്ത് ഒന്ന് ഉപ്പും ഇത്തിരി മഞ്ഞളും ഇട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് വേണം. അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് അടിച്ചെടുക്കട്ടെ. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം. ചക്ക മുറുക്കുണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കും. ബട്ടർ അല്ലെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും അതിന് ചേർത്താണെങ്കിൽ ഞാൻ ബട്ടർ ഉള്ളത് കൊണ്ട് ബട്ടർ ഇട്ടതാണ്. ബട്ടറൊന്ന് മെൽറ്റാവട്ടെ. ബട്ടർ മെൽറ്റായിട്ടുണ്ട്. ഞാൻ അടിച്ച് വെച്ചേക്കണ ചക്ക ഇതിനകത്തേക്ക് വെക്കുന്നത് അരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു കപ്പ് 250 കപ്പാണ് അരിപ്പൊടി, പത്തിരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു നുള്ള് നല്ല ജീരകം, ഒരു നുള്ള് കായപ്പൊടിയാണ്. ഈ പൊടിയുടെ ഒരു ചുവ മാറാനായിട്ട് ഒരു നുള്ള് മതി കേട്ടോ, അധികം ഇട്ട പൊടിയില്ല. പിന്നെ എള്ളാണ്. എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. എള്ള് ഒരു ടേബിൾ സ്പൂൺ നിറച്ചുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ. ഇത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. എരിവ് ഈ പിള്ളേർക്കൊന്നും എരിവ് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. മഞ്ഞൾ ഞാൻ ചക്ക വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു പൊട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ചക്ക മുറിക്കിനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറിയിട്ട് ഒന്ന് കൈ കൊണ്ട് കുഴച്ച് വയ്ക്കണം, കുഴച്ചെടുക്കാം. ചൂടാറട്ടെ. ഞാൻ ഇതുപോലെയാണ് കേട്ടോ. നല്ല മയത്തോടു കൂടിയാണ് കുഴച്ച് വെച്ചേക്കണം. ഇതിനകത്ത് ബട്ടർ ഇട്ടത് കൊണ്ട് ഒട്ടി പിടിക്കുക ഒന്നും വേറെ വെളിച്ചെണ്ണ ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതുപോലത്തെ അച്ചിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് മുറിച്ചെടുക്കണ ഇതാണ് കേട്ടോ. വട്ടത്തിലുള്ളതല്ല ഉണ്ടാക്കണേ, പീസുകളായിട്ടുള്ള മുറുക്കാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിനകത്തൊക്കെ ഒന്ന് വെളിച്ചെണ്ണ തടവി കൊടുത്ത പിരികൾക്കൊക്കെ തടവി കൊടുത്ത ആ ഉള്ളിലൊക്കെ തടവി കൊടുത്ത് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. കറണ്ട് പോയിട്ട് അതുകൊണ്ട് വെളിച്ചക്കുറവുണ്ട്. ഇതുപോലത്തെ സേവനാഴിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് ഇതിനകത്തേക്ക് കൂട്ട് നിറച്ച് കൊടുക്കാം. ചക്ക മുറുക്കുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കടായി വെച്ച് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. ഓയിൽ ചൂടായിട്ടുണ്ട്. ഞാനിത് നേരെ ഇതിനകത്തേക്ക് പിഴിഞ്ഞിടാണ്.
മുറുക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അധികം കളർ കൊടുത്തിട്ടില്ല. ഇതിന് ഒടിച്ചെടുക്കണം, ചൂടാറിയിട്ട് ഒടിച്ചെടുക്കുക. അതുപോലെ തന്നെ പിഴിഞ്ഞിടാം. കളർ കുറവാന്ന് കണ്ടപ്പോൾ ഞാൻ ഒരു പൊട്ട് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടു കേട്ടോ. അപ്പോൾ കളർ വന്നിട്ടുണ്ട്. മുളക് പൊടി അധികം ഇട്ടണില്ല, പിള്ളേർക്കൊക്കെ തിന്നാനുള്ളതല്ലേ. മുറുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഇങ്ങനെ ഒടിച്ചിടാണ്. കറുമുറ തിന്നാൻ ചക്ക മുറുക്ക്. എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക. എനിക്ക് എന്നെ കാണാൻ ശ്രമിക്കണേ, എൻ്റെ വീഡിയോകൾ കാണുന്നവർ ലൈക്ക് ചെയ്ത് കാണാനുള്ള മനസ്സും കൂടി കാണിക്കണേ. ഞാൻ എപ്പോഴും പറയണതാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ് കേട്ടോ. അടിപൊളി മുറുക്ക്. ഞാൻ തിന്നേൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ള. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും